ദൈവനാമത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സക്കറിയാവ് 2:8 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അതെ, ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ സ്വർഗത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാ. എന്താ വാഗ്ദത്തം? നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ആമേൻ, സ്തോത്രം. ശത്രു പിന്നെ അവരെ തൊടുവാൻ അനുവദിക്കത്തില്ലെന്നാണ് സ്വർഗത്തിന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നത്. മടങ്ങി വന്നപ്പോൾ, അതെ, ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിന് ദൈവം അവരോട് അറിയിച്ച വാഗ്ദത്തമാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാമെങ്കിൽ സ്വർഗത്തിന് ദൈവം ഇന്ന് പകലിലും, ആമേൻ, സ്തോത്രം, വാഗ്ദത്തം പറയുന്നു: നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അതെ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൺമണികളാ നമ്മൾ ഓരോരുത്തരും. ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യൻ തന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് സൂക്ഷിക്കുന്നത്, അതിലും ഉപരിയായി സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതുമെന്നുള്ള വാഗ്ദത്തമാണ് തരുന്നത്. ആമേൻ, സ്തോത്രം. ശത്രു പിന്നെ തൊടാതെ വണ്ണം, ശത്രു അവരുടെ ഒരു മണ്ഡലത്തിന്മേലും അപഹരിക്കാതെ വണ്ണം അവരെ ദൈവം സൂക്ഷിക്കുമെന്ന് വാഗ്ദത്തം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴമെന്ന് ഇന്ന് ഈ പകലിൽ മനസ്സിലാക്കിയാട്ടെ. മടങ്ങി വരികയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നമ്മളെയും സൂക്ഷിക്കുമെന്നാണ് ഈ വചനത്തിൽ കൂടി ഇന്ന് ഈ പകലിൽ വിളിച്ചറിയിക്കുന്നത്. സങ്കീർത്തനം 27:3 ഇങ്ങനെ വായിക്കുന്നു: ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ എന്ത് തന്നെ പ്രതിസന്ധി വന്നിരുന്നാലും, ഒരു സൈന്യം നിങ്ങളുടെ നേരെ പാളയമിറങ്ങിയാലും നിങ്ങൾ ഭയപ്പെടത്തില്ല. കാരണം എന്താ? അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാ നമ്മൾ. സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു സൈന്യം നമ്മുടെ നേരെ പാളയമിറങ്ങിയിരുന്നാലും, എന്ത് തന്നെ വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അഭിമുഖീകരിച്ചിരുന്നാലും, ദൈവം പറയാതെ നമ്മുടെ തലയിൽ ഒരു മുടിനാര് താപ്പോട്ട് പൊഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ സംരക്ഷണം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. അപ്പന്റെ സ്നേഹമെന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ അടുത്തിരുന്നോണം. ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. ആമേൻ, സ്തോത്രം. പറ്റിച്ചേർന്നിരിക്കുന്ന മക്കളെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചിരിക്കും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു: എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഭാരപ്പെടുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു: നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ അവിടെ നിർഭയമായിരിക്കും.